കൂട്ടുകാരെ ഞാനപ്പോൾ കോഴിയുടെ സ്റ്റാർട്ടർ തീർന്നു വരുന്നത്, അത് മേടിക്കാൻ വേണ്ടിയിട്ട് പെറ്റ് ഷോപ്പ് വരെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതുവഴിയുള്ള റോഡാണ്, ഗുരുപുരം ഭാഗത്തുള്ള റോഡാണ് കേട്ടോ. ഇതൊക്കെ ഗുരുപുരം അല്ല, ഇത് സത്യത്തിൽ കോവളൂർ തൊട്ട് നമ്മുടെ ലൂതറ സ്കൂളിന് അങ്ങോട്ടൊക്കെ പോണ റോഡാണ്. ഞാൻ പഠിച്ച സ്കൂൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പഠിച്ച സ്കൂൾ ഇവിടെയാണ് ഞാൻ രണ്ടാമത് പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് ബിലീവേഴ്സിലായിരുന്നു, എസ് എസ് സ്കൂളിൽ. അത് കഴിഞ്ഞ് പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ. ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ട്. അത് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന മാർക്ക് കൂടുതലുള്ള പിള്ളേരുടെയൊക്കെ കാര്യം ഫോട്ടോ ഒക്കെയാണ് കേട്ടോ. ജയിച്ച് നല്ല പാസ് ആയിട്ട് നല്ല മാർക്കുള്ള പിള്ളേരുടെ A+ കിട്ടിയവരുടെയൊക്കെ ഫോട്ടോ വെച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ചെറിയ ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നാലും വലുതായി കഴിഞ്ഞപ്പോൾ പഠിത്തത്തിൽ ഞാൻ പുറകായിരുന്നു. അതുകൊണ്ട് തന്നെ 3ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിത്തത്തിൽ ബാക്കായി. അങ്ങനെ തന്നെ ഇവിടെ ഈ ലൂറ സ്കൂളിൽ കൊണ്ടാണ് ചേർത്തത്. ഇവിടെ വന്ന് പിന്നെ ഞാൻ ഉഴപ്പായി പോകുമായിരുന്നു ചെയ്തത്. പഠിത്തത്തിലോട്ടുള്ള ശ്രദ്ധയൊക്കെ വിട്ട് അങ്ങനെ വലുതായിട്ട് പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് വ്ളോഗൊക്കെ ചെയ്തിങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതിനടുത്താണ് പെറ്റ് ഷോപ്പ്. അവിടെ വെട്ടം കാണുന്നുണ്ടോ, അവിടെയാണ് ആ കട. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ ബേക്കറിയാണ്, ഇവിടുത്തെ ഫോൺ റീചാർജ് ചെയ്യുന്ന കട ഇതൊക്കെയാണ്. ഇവിടെ ഒരു കൊച്ചു ബാങ്കുണ്ട്. പിന്നെ ആ കാണുന്നത് നമ്മുടെ യൂട്യൂബർ അർജുൻ എംപിയുടെയൊക്കെ കടയൊക്കെയാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത്. ഈ കാണുന്ന തുണിക്കട. പിന്നെ ഇത് മുടിവെട്ട് കടയാണ് കേട്ടോ. ഞാനിവിടെ പോയാണ് മുടി വെട്ടുന്നത്. തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കട, നോക്കട്ടെ. അയ്യോ, അവൻ തുറന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ചേട്ടൻ തുറന്നിട്ടില്ല. ശരിടാ, ഇവിടെ വരെ വന്നാൽ വെറുതെ ആയല്ലോ. വരെ വന്നാ, പക്ഷേ കട തുറന്നിട്ടില്ല. അതിന് തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് വല്ല കടയിൽ കയറി എന്തെങ്കിലും മേടിക്കാം, കഴിക്കാമല്ലോ. അപ്പോൾ ഞാനങ്ങ് വീട്ടിലോട്ടിന് തിരിച്ച് നടക്കുവാണ്. അപ്പോൾ നടക്കാതെ ഇനി വീട്ടിലോട്ട് പോകുന്നതിന് രക്ഷയില്ലല്ലോ, കാരണം കട തുറന്നിട്ടില്ല. ഒരു വൈകിട്ട് ചിലപ്പോഴൊക്കെ തുറക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്ന എങ്ങനെയെങ്കിലും ഒരു തുറക്കോ ഉടച്ചൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ കാടക്കോഴിയുടെ സ്റ്റാർട്ടർ തീർന്നു പോയായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു, ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു വല്ലാത്ത പണിയായി പോയി. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു, കടയില്ല. തിരിച്ചു നടക്കുന്നത് വീടിന് അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ തിരിച്ചങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കേ ഉള്ളു. അപ്പം ചുമ്മാ പോകുമ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ മിക്ക കടകളും തുറന്നിട്ടില്ല, ചിലതൊക്കെ ഉള്ളു. ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലം പോലും തുറന്നിട്ടില്ല. കമ്പ്യൂട്ടർ സെൻ്ററൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ ഒരു കട തുറന്നിട്ടുണ്ട്, ഇത് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കടയിൽ വന്നപ്പോൾ അനിയത്തിയെ കണ്ട്. അപ്പോൾ അവൾ വീട്ടിലോട്ട് വരുവാന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ കൂടെ നടക്കുവാണ് കേട്ടോ. ആശേ, ഒരു വ്ളോഗിൽ വരുമോ? അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് ഒരു മതിൽ സ്കൂളിൻ്റെ, ഒരെണ്ണം ഫ്ലാറ്റിൻ്റെ അടുത്ത മതിലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടെയാണ് വഴി പോയിരിക്കുന്നത്. ചെറിയ വഴിയാണ്. അപ്പോൾ ഇത് വഴി പൊയ്ക്കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകാം, വല്യച്ഛൻ്റെ വീട്ടിലോട്ടും പോകാം, അപ്പച്ചിയുടെ വീട്ടിലോട്ടും പോകാം. അപ്പോൾ ഈ വഴി ആശയായിട്ട് ഞാൻ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അനിയത്തിൻ്റെ വീട് വരെ പോകുമായിരുന്നു, വല്യച്ഛൻ്റെ വീട്ടിൽ. ഞാൻ വഴി വെച്ച് കണ്ടാണ് അവളെ. അപ്പോൾ അവൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പുറം വഴി വരുവാ, അപ്പുറം വഴി വരുവാ, നമുക്കൊരു വീഡിയോയിൽ വരാം. വാ.
ഹക്കുവേ മാമി പാമ്പൻ്റെ വീഡിയോ എടുത്തില്ല മോനെ. ഞാനേ വന്ന വഴിക്കേ മാമൻ ഒരു പാമ്പ് പോയതുപോലെ കണ്ടില്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. എൻ്റെ അടുത്തുള്ള പാമ്പ് ഒരു പോയെന്ന് പറയണ കേട്ടോ, ഒരു മഞ്ഞിട്ട് തരാം. ഞാൻ കണ്ടില്ല കേട്ടോ. ആ ഞാൻ വല്യമ്മയുടെ വീട് വരെ വല്യച്ഛൻ്റെ വീട് വരെ വന്നതാണ്. അപ്പം ആശയൊക്കെ കണ്ട് അങ്ങനെ ആശയുടെ കൂടെ പോകുന്നതാണ്. വന്നപ്പം അക്കൂനെയൊക്കെ കണ്ട് അക്കൂൻ്റെ വീഡിയോ എടുക്കുക. അക്കു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു മോനെ? ഒന്നിലാട്ടോ. ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? വീഡിയോ ഒക്കെ കാണാറുണ്ടോ ചേട്ടൻ്റെ? മാമൻ്റെ വീഡിയോ കാണാറില്ലല്ലോ. മാമൻ്റെ വീഡിയോ വെച്ച് തരാൻ പറയണം, എടുത്ത് കേട്ടോ. അശയെടുത്ത് പറയണം, ഫോണിൽ എടുത്തു തരാൻ പറയണം, അപ്പോൾ കാണാൻ പറ്റും. അതേ പോകൂടാ മോനെ. ഞാനേ എനിക്ക് പോയിട്ടൊരു സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കടയിൽ നിന്ന് കയറണം. ഇവിടുത്തെ കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു. ഇപ്പോൾ പോട്ടെ. ഇനി വീഡിയോ ഇടാനാണ്. എൻ്റെ പെങ്ങൾ എനിക്ക് കേക്ക് തന്നു അവിടെ ചെന്നപ്പോൾ. പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. താങ്ക് യു താങ്ക് യു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ആശക്ക് വീഡിയോ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ വരുന്നപ്പോഴേക്കും അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോ. ആ കാറിന്റെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒരു ഇടിയുണ്ടായതാ. ഒരു പെണ്ണ് ഓടിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് അങ്ങനെ മറിഞ്ഞു വീണ് ആ കാറിൻ്റെ സൈഡൊക്കെ പൊട്ടി. വലിയ സീനായതായിരുന്നു. അപ്പോൾ അവിടെ കാർ അങ്ങ് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ കാറിൻ്റെയാണ് കേട്ടോ. ഒരു ചെറിയ സൈഡേ പൊട്ടിയിട്ടുള്ളൂ, ഒരുപാട് പൊട്ടിയിട്ടില്ല. പക്ഷേ മറ്റേ കാറിൻ്റെ കംപ്ലീറ്റ് ഒരു ഇച്ചിരിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞു പോയിട്ടുണ്ട്. ആ കിടക്കുന്ന കാറ് കണ്ടോ? ആ കാറാണ് ഇടിച്ചത്. ആ കാറ് നല്ല വേഗത്തിൽ വന്നിങ്ങനെ ഇടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആ പെണ്ണിനെ നിർത്തിക്കൊണ്ട് എന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെയാണ്. അവിടെ സീനായിട്ടുണ്ട്. അവിടെ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണത്. അങ്ങനെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഞാൻ പോയി അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞ കുഴപ്പമില്ല, വണ്ടി തമ്മിൽ കൂട്ടി ഇടിച്ചതേ ഉള്ളൂന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടായിരുന്നു ഇടിക്കുന്നത്. ഒരു സൗണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞ സൗണ്ട് പെണ്ണ് കിടന്നുണ്ട് ഭയങ്കരമായിട്ട് കാറിനെയാണ് കേട്ടത്. നല്ല രീതിയിലുള്ളൊരു ഇടിയായിരുന്നു. പക്ഷേ അവർക്ക് അകത്തിരുന്നവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ പെങ്കൊച്ച് ഓടിച്ചേണ്ട പോയ കാറായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കുറേ പേര് കൂടിയിട്ടുണ്ട് അവിടെ. ഇപ്പം ഞാനങ്ങോട്ട് കൊറോണ ടൈമായപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനങ്ങോട്ട് അടുത്ത് പോയി നോക്കാൻ വേണ്ടി ചെന്നില്ല. ആക്സിഡൻ്റ് നടന്നതല്ലേ. അപ്പം ഞാനത് ദൂരത്തു നിന്നാണ് കണ്ടത്, അടുത്തോട്ട് പിന്നെ പോയില്ല. അങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ എത്താറായി കേട്ടോ. ഇന്ന് പോയ കാര്യം നടന്നില്ല. ഞാൻ പോയത് ഒരു സ്റ്റാർട്ടർ മേടിക്കാൻ വേണ്ടി, നമ്മുടെ കാടക്കോഴിക്ക് സ്റ്റാർട്ടർ മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പം കട അടച്ചു പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കടയിൽ വെച്ചപ്പോൾ എന്നെ അനിയത്തിയെ കണ്ടായിരുന്നു. ആശ, അവൾ പറഞ്ഞ് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി വല്യച്ഛൻ്റെ വീട്ടിൽ, ആശയുടെ വീട്ടിൽ പോയി. അങ്ങനെ അവിടെ നിന്നൊരു കേക്കൊക്കെ തന്ന് അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ തിരിച്ചു പോവുകയാണിപ്പം. അങ്ങനെ പോയിട്ട് വീട്ടിലെത്തി കേട്ടോ. വീടിൻ്റെ അവിടെ എത്തി. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ തൊട്ട് വാതിക്കൽ. കൂട്ടുകാരെ, അപ്പം ഞാൻ കുറച്ച് മിച്ചർ കൂടെ മേടിച്ചിട്ട് വന്നായിരുന്നു, അത് കൂടെ കഴിക്കുവാണ് കേട്ടോ. നമ്മളുടെ ഒരു കടയാണ്, 6-ാം സ്റ്റോർസ്. അവിടെ നിന്ന് മേടിച്ചാണ്. നല്ല മിച്ചറാണ് അവിടുത്തെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.